السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بإذن الله. കുത്തുബി 57 മീർ ഖൗലുഹു മിൻ വറായിൽ ജിദാരി, അത് പറഞ്ഞല്ലോ. അതായത് അഖ്ലിയായ ദലാലത്ത് ഷാരി വിശദീകരിച്ചില്ലേ? അഖ്ലിയായ ദലാലത്തെ പറ്റി പറഞ്ഞിടത്ത് പറഞ്ഞല്ലോ. അതായത് ചുമരിന്റെ മറുഭാഗത്തുനിന്ന് കേൾക്കപ്പെടുന്ന ദൈൽ എന്ന് പറഞ്ഞ ലഫ്ദ്, അത് ഉള്ളിൽ ലാഫിദുണ്ട്, അതിന്റെ നാവള ഉച്ചരിക്കുന്ന നാത്തിക്കുണ്ട് എന്നതിന്റെ മേൽ അറിയിക്കുമെന്ന് പറഞ്ഞല്ലോ. ആ കൗലാണ് ചർച്ച. ഖൗലുഹു മിൻ വറായിൽ ജിദാരി അഖൂലു വഇന്നമ തുബിറ, തീർച്ചയായിട്ടും ഇഅ്തിബാർ ചെയ്യപ്പെട്ടത്, ഹാദൽ ഖൈദു, ഈ ഖൈദ്, അതായത് ചുമരിന്റെ മറുഭാഗത്ത് നിന്ന് കേൾക്കുക. അങ്ങനെ ഒരു ഖൈദ് കൊടുത്തതിന്റെ കാരണം ലിതദ്ഹറ ദലാലത്തുൽ ലഫ്ളി, ഒരു ലഫ്ള് അറിയിക്കൽ വ്യക്തമാവാൻ വേണ്ടിയാണ്. ഒരു ലഫ്ള് അറിയിക്കൽ എന്തിന്റെ മേൽ അറിയിക്കുക? അലാ വുജൂദിൽ ലാഫിളി, ലാഫിള് മൗജൂദാണ് എന്നതിന്റെ മേലിൽ, ഉച്ചരിക്കുന്ന ലാഫിള് മൗജൂദാണെന്നതിന്റെ മേലിൽ ഒരു ലഫ്ള് അറിയിക്കല് വ്യക്തമാവാൻ വേണ്ടി. എങ്ങനെ? അഖ്ലൻ നിലക്ക്. കാരണം ഒരു ലാഫിള് ഉണ്ടെങ്കിൽ, അതായത് ഒരു ലഫ്ള് കേട്ടാൽ ആ ലഫ്ള് ലാഫിള് ഉണ്ട് എന്നതിന്റെ മേൽ എന്ത് ചെയ്യുന്നുണ്ട്? അറിയിക്കുന്നുണ്ട്. എന്നിട്ട് വിശദീകരിക്കാൻ പോവുകയാണ്. ഫൈനൽ മസ്മുവ, തീർച്ചയായിട്ടും കേൾക്കപ്പെടുന്നതായ ശബ്ദം, മിനൽ മുഷാഹദി, മുഷാഹദിൽ നിന്ന്, നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി, അവ മുഷാഹദിൽ നിന്ന് കേൾക്കപ്പെടുന്നതായ ശബ്ദം, യുഇലമു, അറിയപ്പെടുന്നതാണ്, വുജൂദു ലാഫിലിഹി, ആ മസ്മൂ ആകുന്ന ശബ്ദത്തിന്റെ ലാഫില് മൗജൂദാണ് എന്ന് എങ്ങനെ അറിയപ്പെടും? ബിൽ മുഷാഹദത്തി, മുഷാഹദത്ത് കൊണ്ട് അറിയിക്കും, നേരിട്ട് തന്നെ അറിയിക്കും. കാരണം നമ്മൾ വ്യക്തിയെ നേരിട്ട് കാണുകയല്ലേ. നേരിട്ട് വ്യക്തിയെ കാണുമ്പം ആ വ്യക്തിയാണ് സംസാരിക്കുന്നത് എന്നത് വ്യക്തമായി അറിയിക്കാണ്. പിന്നെന്തുകൊണ്ടല്ല? ലാബി ദലാലത്തിൽ ലഫ്ളി അലൈഹി, എന്നാൽ ലാഫിദ് വുജൂദാണ് എന്നതിന്റെ മേൽ ലഫ്ള് അറിയിക്കൽ കൊണ്ടല്ല, അഖ്ലൻ നിലക്ക് അറിയിക്കൽ കൊണ്ടല്ല. കാരണം അത് മുഷാഹദാണ്, നേരിട്ട് കണ്ട് അനുഭവപ്പെടുന്നൊരു കാര്യമാണല്ലോ. എങ്കിൽ അമ്മൽ മസ്മൂ, എന്നാൽ കേൾക്കപ്പെടുന്ന ഒരു ശബ്ദം, മിൻ വറായിൽ ജിദാരി, ചുവരിന്റെ മറുഭാഗത്ത് നിന്ന് കേൾക്കപ്പെടുന്നതായ ഒരു ലഫ്ള്, ഒരു ശബ്ദം, ഫലാ യുഅലമു, അറിയപ്പെടുകയില്ല, വുജൂദു ലാഫിളിഹി, ആ ലഫ്ള് ഉച്ചരിക്കുന്ന ലാഫിള് മൗജൂദാണ് എന്ന് അറിയപ്പെടുകയില്ല. എങ്ങനല്ലാതെ? ഇല്ലാ ബി ദലാലത്തിൽ ലഫ്ളി അലൈഹി, ലാഫിളുണ്ടെന്നതിന്റെ മേൽ ലഫ്ള് അറിയിക്കൽ കൊണ്ടല്ലാതെ. ലഫ്ള് എങ്ങനെ അറിയിക്കണം? അഖ്ലൻ നിലക്ക് എന്ത് ചെയ്യണം? അറിയിക്കണം. മനസ്സിലായോ? അപ്പൊ അഖ്ലൻ നിലക്ക് അറിയിച്ചാലേ ലാഫിള് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അത് മുഷാഹദല്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ അഖ്ലിയ ദലാലത്തായി. ഇനി വിശദീകരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നഹിസാറുൽ ദലാലത്ത്, ദലാലത്ത് ക്ലിപ്തമായത്, ഫിൽ ലഫ്ലിയത്തി, ലഫ്ലിയായ ദലാലത്തിലും, വഗൈരിഹ, ലഫ്ലി അല്ലാത്ത ദലാലത്തിലും. ഇത് അഖ്ലിയ ദലാലത്തുണ്ട്, ലഫ്ലിയ ദലാലത്തുണ്ട്, അഖ്ലിയ ദലാലത്തുണ്ട്. ഇതേപോലെ ഈ ലഫ്ലിയായ ദലാലത്തിലും അല്ലാത്തതിലും ഈ ദലാലത്ത് മുൻഹസിറായതിന്റെ കാരണം, മുൻഹസിറാകുക എന്നുള്ളത്
അംറും മുഹഖഖുൻ ഉറപ്പിക്കപ്പെട്ട ഒരു വിഷയമാണ്. ലാ ശുബ്ഹത ഫീഹി അതിൽ ഒരു സംശയം തീരെ ഇല്ല എങ്കിൽ അമ്മൻ ഹിസാറു ദലാലത്തിൽ ലഫ്ലിയ ലഫ്ലിയായ ദലാലത്ത് ക്ലിപ്തമാവുക എന്നുള്ളത് എവിടാണ് ക്ലിപ്തമേകുന്നത്? ഫിൽ വദഇയ്യത്തി വദഇയ്യായ ദലാലത്തിലും വത്വബഇയ്യത്തി ത്വബഇയ്യായ ദലാലത്തിലും. ലഫ്ലിയായ ദലാലത്തിൽപ്പെട്ടതാണ് വദഇയ്യായ ദലാലത്ത്, ത്വബഇയ്യായ ദലാലത്ത്, അഖ്ലിയായ ദലാലത്ത്, അല്ലേ? അപ്പൊ ഈ പറയപ്പെട്ട ലഫ്ലിയായ ദലാലത്തില് അപ്പൊ ഈ ലഫ്ലിയായ ദലാലത്ത് ഈ പറയപ്പെട്ട മൂന്നിലും മൂന്നിലും എന്താണ് അത് ഉൾപ്പെട്ടതാണ് എന്ന് മുൻഹസിറാണ് എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഫബിൽ ഇസ്തിഖ്റാഇ അത് പരിശോധിച്ച് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ്. ബുദ്ധിപരമായിട്ട് നമ്മൾ പരിശോധിച്ച് മനസ്സിലാക്കി ഇസ്തിഖ്റാഇന്റെ അടിസ്ഥാനത്തിലാണ്. പിന്നെ ഏതടിസ്ഥാനത്തിലല്ല? ലാബിൽ ഹസരിൽ അഖ്ലി അഖ്ലിയായ ഒരു ഹസറിന്റെ അടിസ്ഥാനത്തിലല്ല, ബുദ്ധി കൊണ്ട് ചിന്തിച്ചെന്തായിത്തീർന്ന അടിസ്ഥാനത്തിന്റെ പരിശോധിച്ച് മനസ്സിലാക്കിയതാണ്. ഓരോരോ ദലാലത്തുകളിലേക്ക് നോക്കിയിട്ട് പിന്നെന്താ ഇവിടെ എങ്ങനത്തെ അഖ്ലിയായ ദലാലത്ത, എങ്ങനത്തെ അഖ്ലിയായ ഹസുറാണ്? അദ്ദായിരി ചുറ്റുന്നതായ ബൈനൻ നഫീ വൽ ഇസ്ബാത്ത് നഫീന്റെയും ഇസ്ബാത്തിന്റെയും ചുറ്റുന്നതായ അഖ്ലിയായ ഹസർ കൊണ്ടല്ല. കാരണം അഖ്ലിയായ ഹസർ എന്ന് പറഞ്ഞാൽ അതൊരു പക്ഷെ മുസ്ബത്തായിട്ട് വരാമെങ്കിൽ മംഫിയായിട്ട് വരാം. കാരണം പൈന്ന ദലാലത്തൽ ലഫ്ലി ഒരു ലഫ്ദ് ഒരു മാനാന്റെ മേലിൽ അറിയിക്കല് ഇതാലം തെക്കുൻ അതായത് ആ ദലാലത്ത് ആയിട്ടില്ല എങ്കിൽ ഒരു ലഫ്ദിന്റെ ദലാലത്ത് ആയില്ല. എന്തായില്ല? മുസ്തനിദത്തൻ ഇലൽ വദിഇ അത് വദിഇലേക്ക് ചേർന്നതായില്ല. ഏതൊരു ലഫ്ദായാലും ഒരു മാനയുടെ മേലിൽ അറിയിക്കണമെങ്കിൽ അത് വദിയിലേക്ക് ചേരണം. ആ ലഫ്ദിനെ ഒരു മാനാക്ക് വെച്ച ഒരു വാവിയുണ്ടാവും. അത് ഒരു വെച്ച ഇസ്തിലാഹിന്റെ അഹിദുകാരാവാം, ലുഗത്തിന്റെ അഹിദുകാരാവാം, അല്ലെങ്കിൽ നെഹ്വിന്റെ അഹിദുകാരാവാം, എങ്കിൽ സർഫിന്റെ അഹിദുകാരാവാം, എങ്കിൽ മന്ദിക്കിന്റെ അഹിദുകാരാവാം, എങ്കിൽ മഹാനിന്റെ അഹിദുകാരാവാം, ആരുമാവാം. ഇന്നവര് എന്നുള്ളതായ നിബന്ധന അവിടെ ഇല്ല. അതാ പറഞ്ഞത്. അപ്പൊ ഒരു വദിയിലേക്ക് അത് ചേരുന്നില്ല എങ്കിൽ വല ഇല ത്വബഇലേക്കും അത് ചേരുന്നില്ല എങ്കിൽ ഈ പറയപ്പെട്ട രണ്ടിലേക്കും എന്തിനില്ല ചേരുന്നില്ല എങ്കിൽ ലാ യൽസമു നിർബന്ധമാവുകയില്ല അൻ തകൂന ആ ദലാലത്ത് ആണ് എന്താവുക? മുസ്തനിദത്തൻ ഇലൽ അഖ്ലി അഖ്ലിലേക്ക് അത് ഒരിക്കലും ചേരൂല. കത്താൻ ഉറപ്പായിട്ടും ചേരൂല. കാരണം എന്താ? വദഇലേക്കും ത്വബഇലേക്കും ചേരാത്ത ഒരു കാര്യം ഒരിക്കലും അഖ്ലിലേക്ക് അത് ചേരൂല. കാരണം എന്താ? വദിഇയ്യായ ദലാല വദിഇയ്യായ രൂപായാലും ത്വബഇയ്യായ രൂപായാലും അതിനൊക്കെ അഖ്ലുമായിട്ട് അഭേദ്യമായ ബന്ധം ഉണ്ട്. മനസ്സിലായ? പക്ഷെ ലാകിന്ന എങ്കിലും നമ്മൾ ഇദസ്തഖറൈന നമ്മൾ എന്ത് ചെയ്തപ്പം പരിശോധിച്ച് മനസ്സിലാക്കിയപ്പോൾ ഫലം നജിദ് നമ്മൾ എത്തിച്ചിട്ടില്ല ഇല്ല ആദിഹിൽ അഖ്സാമത്തലാസത ഈ മൂന്ന് അല്ലാതെ. ഏത്? ലഫ്ലിയായ ദലാല അതായത് ത്വബഇയ്യായ ദലാലത്ത്, വദിഇയ്യായ ദലാലത്ത്, അഖ്ലിയായ ദലാലത്ത്. ഇനി പറഞ്ഞല്ലോ ഖൗലുഹു ലിൽ ഇൽമി അല്ല ഖൗലുഹു മതാ ഉത്ലിക അതാണല്ലോ ചർച്ച. എവിടെയായി മതാ ഉത്ലിക പറഞ്ഞത്? അവിടെ നമ്മൾ പറഞ്ഞല്ലോ ഏത്? ഇവിടെ മഖ്സൂദ് നമ്മൾ ചർച്ച കൊണ്ടുള്ളതായ മഖ്സൂദ് വദിഇയ്യായ ലഫ്ലിയായ ദലാലത്താണ്. ആ വദിഇയ്യായ ലഫ്ലിയായ ദലാലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലഫ്ദ് പറയപ്പെട്ടു കഴിഞ്ഞാൽ ഈ പറയപ്പെട്ട മാന അതിൽ നിന്ന് മനസ്സിലാകും.
ഇപ്പൊ ഇൻസാനാണെങ്കിൽ ഇൻസാനെ പക്കപ്പെട്ട മാന അയവാൻ എത്തിക്കാൻ അത് അറിയിക്കണം. മനസ്സിലായില്ലേ? അതാണ് നമ്മൾ പറഞ്ഞത്. എന്തെന്ന് എന്നിട്ട് പറഞ്ഞ അതാണ് ബിഹൈസു മത്താ ഉത്തുലിക്ക ഫുഹിമ മിൻഹു മാനാഹു. ഒരു ലഫ്ദ് പറയപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് അത് ഉദ്ദേശിക്കപ്പെടുന്ന മാന എന്ത് ചെയ്യും? മനസ്സിലാക്കാൻ കഴിയും. ആ കൗലാണ് ഇനി ചർച്ച. മത്താ ഉത്തുലിക്ക എന്നുള്ളതായ കൗല്. അപ്പോഴും ഞാൻ പറയുന്നു, അപ്പോഴും ഞാൻ പറയുന്നു, കുല്ലമാ ഉത്തുലിക്ക, ഒരു ലഫ്ദിനെ പറയപ്പെടുമ്പോഴൊക്കെ, കുല്ലമാ ഉത്തുലിക്ക, ഒരു ലഫ്ദിനെ പറയപ്പെടുമ്പോഴൊക്കെ എന്നുള്ള മാനാക്കാണ്. മത്തക്ക് അതിന്റെ മാന പറയാണ് കുല്ലമാ ഉത്തുലിക്കയാണ് എന്ന്. അതിന്റെ മാന പറഞ്ഞതാണെന്ന്. അതിന്റെ മാന എന്ത് ചെയ്തതാണ്? മത്തിട്ടിട്ട് കുല്ലമിട്ടിട്ട് പറഞ്ഞതാണ്. ഇത് വിശദീകരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, എന്താ പറഞ്ഞത്? പിന്നെ കുല്ലമ ഉത്തിരിക്ക ഫൈന ദലാലത്ത, തീർച്ചയായിട്ടും ദലാലത്ത്, അൽ മുഅ്തബറത, ഇഅ്തിബാർ ചെയ്യപ്പെടുന്ന ദലാലത്ത്, ഫീ ഹാദൽ ഫന്നി, അതായത് നമ്മൾ ഈ മന്ദിക്കില് ഇഅ്തിബാർ ചെയ്യപ്പെടുന്ന ദലാലത്ത്, അത് ഒരു ദലാലത്താണ്. എന്ന് പറഞ്ഞാൽ അതൊരു ദലാലത്താണ്. കാലത്ത് ആ ദലാലത്ത് ആയിരിക്കുന്നു കുല്ലിയ, അത് കുല്ലിയായിട്ട്. അപ്പൊ കുല്ലിയായ ദലാലത്താണ് ഇവിടെ ചർച്ച. എങ്കിലും അമ്മ ഇതാ ഫഹിമ, ഇനി മനസ്സിലാക്കപ്പെട്ടാലോ? ഒരു ലഫ്ദിൽ നിന്ന് ഒരു ലഫ്ദ് പറഞ്ഞു. ആ ലഫ്ദ് പറഞ്ഞപ്പോ എന്ത് ചെയ്ത്? മനസ്സിലാക്കപ്പെട്ടു. എന്തിന്? മാനൻ, ഒരു മാനാനെ മനസ്സിലാക്കപ്പെട്ടു. എവിടെ? എപ്പം? ഈ വാരി ലൗക്കാത്തി, ചില സമയങ്ങളിൽ, എല്ലാ സമയങ്ങളിലും അല്ല, ചില സമയങ്ങളിൽ. പിന്നെ അതെങ്ങനെയാണ് മനസ്സിലാക്കപ്പെട്ടത്? ബി വഖസിത്ത് കരീനത്തിമ്മ, ഏതെങ്കിലും ഒന്നിന്റെ വാസിത്തയുടെ കരീനത്തിന്റെ അടിസ്ഥാനത്തിൽ. വാസിത്ത ഉണ്ടാവും. കാരണം വാസിത്തന്റെ അടിസ്ഥാനത്തില് പിന്നെ ചില സമയങ്ങളില് ഒരു ലഫ്ദിൽ നിന്നൊരു പ്രത്യേകമായ മാന മനസ്സിലാക്കപ്പെട്ടാൽ, അങ്ങനെ വെക്കുമ്പോ വിവാസിത കരിയ തിമ്മ, എന്നിട്ട് അങ്ങനെ വെക്കുമ്പോ ഫസുഹാബുഹാദൽ പന്നി, ഈ മന്ദിക്കിന്റെ പന്നിലുള്ളതായ അനുയായികൾ, ലാ യഹ്കുമൂന, അവര് ഹുക്കുമ് ചെയ്യൂല. ലാ യഹ്കുമൂന, അവരെന്ത് ചെയ്യാറില്ല? ഹുക്കുമ് ചെയ്യാറില്ല. എങ്ങനെ ഹുക്കുമ് ചെയ്യാറില്ല? ബി അന്ന ദാലിക്കൽ ലഫ്ള, തീർച്ചയായിട്ടും ആ ലഫ്ള് ദാലുൻ, അത് അറിയിക്കും. അല്ല ദാലിക്കൽ മാന, ആ മാനാന്റെ മേൽ അറിയിക്കും. മനസ്സിലായില്ലേ? അപ്പൊ ചുരുക്കി പറഞ്ഞ എന്താണ്? വാസിത്തന്റെ അടിസ്ഥാനത്തിൽ ഒരു ലഫ്ളിൽ നിന്നൊരു മാന ബഅദുൽ ഔഖാത്തിൽ മനസ്സിലാക്കപ്പെടുന്നുവെങ്കിൽ ഒരിക്കലും എന്താണെന്ന് പറയാൻ പറ്റൂല. ആ ലഫ്ള് ആ മാനാന്റെ പേരില് വ്യക്തമായി അറിയിക്കുന്നുണ്ട് എന്ന് ഒരിക്കലും അവിടെ ഹുക്മ ചെയ്യാൻ കഴിയൂല എന്നതാണ്. ലാ യഹ്കുമു ബി അന്ന ദാലിക്കൽ ലഫ്ള ദാലിനല്ല ദാലിക്കൽ മാന, ആ മാനാന്റെ മേൽ ആ ലഫ്ള് അറിയിക്കുന്നതാണ് എന്ന് ഹുക്മ ചെയ്യാൻ പറ്റൂല. പക്ഷേ ബിഖിലാഫി അസ്ഹാബിൽ അറബിയ്യത്തി, അസ്ഹാബുൽ അറബി ഭാഷയിലെ ആളുകൾക്ക് എതിരായിട്ട്, വൽ ഉസൂലി, ഉസൂലിന്റെ അഖിലുകാർക്കും എതിരായിട്ട് അവര് പറഞ്ഞ എന്താണ്? ആ മാനാന്റെ മേൽ ആ ലഫ്ള് എന്ത് ചെയ്യും? അറിയിക്കുമെന്ന് ഹുക്മ് ചെയ്യും എന്നാണ്. ഇനി ഖൗലുഹു ലിൽ ഇൽമി ബിഹി വബിഹി, നമ്മൾ ആ പറഞ്ഞാൽ തന്നെ പറഞ്ഞല്ലോ, അതെന്നാണ് അവിടെ ചർച്ച. ഇവിടെ പറഞ്ഞില്ല. അതായത് ഒരു ലഫ്ളിനെ പറയപ്പെട്ട് കഴിഞ്ഞാൽ ആ ലഫ്ളിൽ നിന്ന് മാനാൻ എന്ത് ചെയ്യും? മനസ്സിലാക്കപ്പെടും. അത് മനസ്സിലാക്കപ്പെടാനുള്ള കാരണം എന്താ? ഇൽമി വബിഹി,
ആ ലഫ്ദിന്റെ വദ് എന്താണെന്ന് മനസ്സിലായതുകൊണ്ട്. കാരണം വദുവിന്റെ അടിസ്ഥാനം അത് അറിഞ്ഞാലല്ലേ അവിടെ മയന മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എന്നിട്ട് പറയട്ടെ, ഖൗലുഹു ലിൽ ഇൽമി ബിവദിഹിി, അതാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്നാൽ അഖൂലു, ഞാൻ പറയുന്നു, ഇഹ്തിറാസുൻ, ഈ ലിൽ ഇൽമി ബിവദിഹിി എന്നുള്ളത് അത് സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഏതിനെ തൊട്ട് സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതാണ്? അനിദ്ദലാലത്തി ത്വബഇയ്യത്തി, ത്വബഇയ്യായ ദലാലത്തിനെ തൊട്ടും അഖ്ലിയായ ദലാലത്തെ തൊട്ടും. എന്താ കാരണം? അഖ്ലിയായ ദലാലത്തായാലും ത്വബഇയ്യായ ദലാലത്തായാലും അത് വദഇന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കപ്പെടുന്ന ഒന്നല്ല. ആ ദലാലത്ത് ത്വബഇയ്യായ ദലാലത്തായാലും അഖ്ലിയായ ദലാലത്തായാലും അത് സത്യത്തിൽ വദഇന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നതല്ല ത്വബഇയ്യ. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ എന്നുള്ളത് വജൂസത്തിന്റെ മേൽ അറിയിക്കുക എന്ന് പറഞ്ഞല്ലേ, അത് ആ ഉലൂഹ് എന്നുള്ളത് വജൂസത്തിന്റെ മേൽ അറിയിക്കുക എന്നുള്ളത് എനിക്ക് അവിടെ വെക്കപ്പെട്ടു എന്ന കാരണം കൊണ്ടാണോ അറിയിക്കുന്നത്? അല്ലല്ലല്ല, അങ്ങനെയല്ല അറിയിക്കുന്നത്. അതാണ് നമ്മൾ പറഞ്ഞത്. ഇഹ്തിറാസുൻ, സൂക്ഷിക്കാൻ വേണ്ടി, സൂക്ഷിക്കലാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. ഏതിനെ തൊട്ട് സൂക്ഷിക്കുക? അനിദ്ദലാലത്തി ത്വബഇയ്യത്തി വൽ അഖ്ലിയ്യത്തി, ത്വബഇയ്യായ ദലാലത്തിനെ തൊട്ടും അഖ്ലിയായ ദലാലത്തിനെ തൊട്ടും. എന്നാൽ അവന് വേറെ ചോദ്യം, വൈന്നമാ കാല ബിൽ ഇൽമി ബിവദിഹിി, എന്തേ മുസന്നിഫ് അങ്ങനെ ഒരു വാക്ക് പറയാനുള്ള കാരണം? അതായത് ലിൽ ഇൽമി ബിവദിഹിി എന്ന് പറയാനുള്ള കാരണം നേരെ മറിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞാൽ പോരെ, ലിൽ ഇൽമി ബിൽ വദിഹി എന്ന് പറഞ്ഞാൽ പോരെ. എന്തിനാ പറയുക ഇദാഫത്തൊക്കെ വദിഹി എന്ന് പറയാനുള്ള കാരണം? അൽ വദ് എന്ന് പറഞ്ഞാലും ലഫ്ദിന്റെ വദാന്ന് അറിയില്ലോ. അൽ വദ് എന്ന് പറയാതെ വെറും അത് ഇദാഫത്ത് ചെയ്തുകൊണ്ട് ദമീറിലേക്ക് ഇദാഫത്ത് ചെയ്തുകൊണ്ട് എന്തിനാ പറഞ്ഞു? അത് ചോദ്യമാണ്. അതിന് മറുപടിയാ പറയാൻ പോകുന്നത്. വൈന്നമാ കാല, എവിടെ? വൈന്നമാ കാല എന്നാ പറ മുസന്നിഫ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. ലിൽ ഇൽമി ബിവദിഹിി, ലിൽ ഇൽമി ബിവദിഹിി, ലിൽ ഇൽമി ബിവദിഹിി എന്ന് എന്ത് ചെയ്തത് പറഞ്ഞത്? ഷാരി ഷാരി മനസ്സിലായ? എന്നിട്ട് പറഞ്ഞത് ലിൽ ഇൽമി ബിവദിഹിി എന്ന് പറഞ്ഞത് ബിവദി ദാലിക ലഫ്ദി, ആ ലഫ്ദ് അറിയിക്കൽ കൊണ്ടിട്ട്. ആ ലഫ്ദ് എന്ത് ചെയ്യണം? അറിയിക്കണം. എന്തറിയിക്കണം? ബിവദി ദാലിക ലഫ്ദി, ആ ലഫ്ദ് വെക്കൽ കൊണ്ടിട്ട്. ഒരു ലഫ്ദിന്റെ വദ് കൊണ്ട് അറിയണമെന്ന്. അതാണ് ബിവദിഹിി എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഈ വദി ദാലിക ലഫ്ദി, ആ ലഫ്ദിന്റെ വദ് കൊണ്ട് അറിയണം. വലം യഖുൽ, പല മഹാനായ മുസന്നിഫ് റഹ്മത്തുള്ളാഹി കാരി പറഞ്ഞില്ല. എന്ത്? ലിൽ ഇൽമി ബിവദിഹിി ലഹു എന്ന് പറഞ്ഞില്ലാണ്. ഒരു ലഫ്ദ് ഒരു മാനാക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് എന്നത് കൊണ്ട് അറിയാം എന്ന് പറഞ്ഞില്ല. എന്താ? ലിൽ ഇൽമി ബിവദിഹിി എന്നാ പറഞ്ഞത്, ലഹു പറഞ്ഞില്ലാണ്. എന്താ ലഹുവിന്റെ മനായി മാനാക്ക്? എന്തിനാത് അങ്ങനെ പറയാതിരിക്കാനുള്ള കാരണം? ലി അല്ല യഖ്തസ്വ, ഈ ദലാലത്ത് പ്രത്യേകമാവാതിരിക്കാൻ വേണ്ടി. നമ്മൾ ചർച്ച ചെയ്യുന്ന ദലാലത്ത് ഉണ്ടല്ലോ, ഈ ദലാലത്ത് പ്രത്യേകമാവാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. ഏതുകൊണ്ട് പ്രത്യേകമാവാതിരിക്കാൻ? ബിദ്ദലാലത്തിൽ മുതാബഖിയത്തി, മുതാബഖിയായ ദലാലത്ത് കൊണ്ട്. മുതാബഖിയായ ദലാലത്ത് കൊണ്ടിട്ട്, മനസ്സിലായ? മുതാബഖിയായ ദലാലത്ത് കൊണ്ട് പ്രത്യേകമാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വൻഹിസാറു ദലാലത്തിൽ ലഫ്ദിയ അൽ വദിഇയ്യ, ലഫ്ദിയും വദിഇയ്യുമായ ദലാലത്ത് മുൻഹസിറാവല് ഫീ അഖ്സാമിഹ സലാസത്തിൽ മദ്കൂറ, മേൽ പറയപ്പെട്ട 3 കിസ്മുകളിൽ. 3 പറയുന്ന കിസ്മ ഏതാണ്? തബഇയ്യായ ദലാലത്ത്, അഖ്ലിയായ ദലാലത്ത്, വദിഇയ്യായ ദലാലത്ത്. ഈ പറയപ്പെട്ടതില് അത് മുൻഹസിറാണ് എന്ന് പറയാനുള്ള കാരണം അത് ഏതടിസ്ഥാനത്തിലാണ്? ബിൽ ഹസ്രിൽ അഖ്ലിഹി, അഖ്ലിയായ ഹസറിന്റെ അടിസ്ഥാനത്തിലാണ്. കാരണം എന്താ? ഒരു ലഫ്ദ്
അതായത് ആ മൗദൂഇന്റെ നഫ്സിന്റെ മേൽ എന്ത് ചെയ്യുക, അറിയിക്കുക. അതാണല്ലോ സത്യത്തിന് മുതാബക്കത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്. കാരണം എന്താ, അന്ന ദലാലത്തൽ ലഫ്ലി ബിൽ ലഫ്ലി വദി, വദി കൊണ്ട് ഒരു ലഫ്ല് അറിയിക്കുക, ഒരു മാനാന്റെ മേൽ അറിയിക്കുക. ഒരു ലഫ്ലി ഒരു മാനാക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്, ആ വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ ലഫ്ല് മാനാന്റെ മേൽ എന്ത് ചെയ്യുക, അറിയിക്കുക. അങ്ങനെ അറിയിക്കുക എന്ന് പറഞ്ഞ കാര്യം ഇമ്മ അൻ തെഖൂന, ഒരു പക്ഷേ ആ അറിയിക്കലാവാം അലാ നഫ്സിൽ മാനൽ മൗദൂഇലു, മൗദൂലുവായ മാനാന്റെ നഫ്സിന്റെ മേലാവാം. ഇപ്പൊ ഇൻസാന്റെ മൗദൂലുവായ മാനാണ് ഹയവാനാത്തിക്ക്. അപ്പൊ ആ ഇൻസാനെ തമ്മിൽ ചോദിച്ചപ്പോ എന്ത് ചെയ്ത്, ഹയവാനാത്തിക്ക് എന്ന് പറഞ്ഞ് അവന്റെ മൗദൂലുവായ മാനാന്റെ മുഴുവന്റെ മേൽ അറിയിച്ചു. അല്ലെങ്കിൽ അവ അലാ ജുസിഹി, ജുസിന്റെ മേൽ അറിയിക്കാം. അല്ലെങ്കിൽ അവ ഖാരിജിന്റെ മേൽ അറിയിക്കും. മനസ്സിലായില്ലേ? അതായത് മൗദൂലുവായ മാനാന്റെ മേൽ നഫ്സിന്റെ മേൽ അറിയിച്ച മുതാബഖിയ ദലാലത്തായി, ജുസിന്റെ മേൽ അറിയിച്ച തളമുനിയ ദലാലത്തായി, ഖാരിജിന്റെ മേൽ അറിയിച്ച ജിസാമിയ ദലാലത്തുമായി. മനസ്സിലായില്ലേ? ഇനി അടുത്തത് ഖൗലുഹു അലൽ ഇംകാനിനാമി. തളമുനിയായിട്ട് അറിയിക്കുക എന്ന് പറഞ്ഞില്ല, അത് ചർച്ച. അക്കൂലു യുരീദു, ഇവിടെ മുസ്ലിം കാര്യം ഉദ്ദേശിക്കുന്നു, അന്ന ലഫ്ദൽ ഇംകാനി, തീർച്ചയായിട്ടും ഇംകാനി എന്ന് പറഞ്ഞതായ ലഫ്ദ്, അന്ന ലഫ്ദൽ ഇംകാനി, തീർച്ചയായിട്ടും ഇംകാനി എന്ന് പറഞ്ഞതായ ലഫ്ദ് ഹീന യുത്ലഖു, അതിനെ പറയപ്പെടുന്നതായ സമയത്ത്, ഹീന യുത്ലഖു എന്ന് പറഞ്ഞാല് അതിനെ പറയപ്പെടുന്നതായ സമയത്ത്, ഏതിന്റെ മേൽ പറയപ്പെടുക, അല ഇംകാനിൽ ഖാസി, ഏതിന്റെ മേൽ പറയപ്പെടുക, ഇംകാനുൽ ഖാസിന്റെ മേൽ എന്ത് ചെയ്യുക, പറയാം. അതായത് ഇംകാനുൽ ആം, ഇംകാനി എന്നുള്ള ലഫ്ദ്, ആ ലഫ്ദ് കൊണ്ട് ഇംകാനുൽ ആമിനെയും ഉദ്ദേശിക്കാം, ഇംകാനുൽ ഖാസിനെയും എന്ത് ചെയ്യുക, ഉദ്ദേശിക്കാം. ഇനി നമ്മൾ പറയാം ഇംകാനി എന്ന് പറഞ്ഞത് കൊണ്ട് അത് ആ ഇംകാന് കൊണ്ട്, അതാ ഇംകാനി എന്നുള്ള ലഫ്ദിന് ഏതിന്റെ മേൽ പറയപ്പെട്ടു, ഇംകാനുൽ ഖാസിന്റെ മേൽ എന്ത് ചെയ്ത് പറയപ്പെട്ടു. അപ്പൊ ഇംകാനുൽ ഖാസിന്റെ മേൽ പറയപ്പെട്ടു കഴിഞ്ഞാൽ അപ്പൊ അവിടെ ഏതിന്റെ മേൽ അറിയിക്കും, ഇംകാനുൽ ആമിന്റെ മേൽ അറിയിക്കും. അതാണ് അപ്പൊ യദുല്ലു, അറിയിക്കുന്നതാണ് അലൽ ഇംകാനുൽ ആമി, ഇംകാനുൽ ആമിന്റെ മേൽ അറിയിക്കലാവും ഏത്, തെളമുനിയാദലാലത്ത്. കാരണം എന്താ, ഒരു ഖാസും ഉണ്ടാവണമെങ്കിൽ ആമും വേണം, ഖാസും വേണ്ടേ. അപ്പൊ ഇൻസാൻ ഉണ്ടാവണമെങ്കിൽ അതിൽ ഹയവാനീയത്തും വേണം, നാത്തിക്കീയത്തും വേണം, മനസ്സിലായില്ലേ, നുസുക്കീയത്തും വേണം, രണ്ടും വേണമല്ലോ, എന്നാലല്ലേ ഇൻസാനാവുള്ളൂ. അതവിടെ പറഞ്ഞത് എന്തെന്ന്, അക്കോജു ഞാൻ പറയുന്നു, അതെ, അത് നമ്മൾ പറഞ്ഞത് എന്തെന്ന്, ഇംകാനി എന്നുള്ള ലഫ്ദിന് ഇംകാനുൽ ഖാസിന്റെ മേലിൽ പറയപ്പെട്ടാല് അപ്പൊ അത് ഏതിന്റെ മേൽ അറിയിക്കും, ഇംകാനുൽ ആമിന്റെ മേൽ അറിയിക്കും, തളമുനിയ ദലാലത്തായിട്ട്. എങ്കിൽ വറാലിക്ക, അങ്ങനെ അറിയിക്കുക എന്ന് പറഞ്ഞതായ കാര്യം ലാ യുനാഫി, അത് അത് എതിരാവൂല. ദലാലത്തു ഇംകാനി എന്നുള്ള ലഫ്ദ് അറിയിക്കുന്നതിന്റെ മേലില് അല്ല ഇംകാനുൽ ആമി, ഇംകാനുൽ ആമിന്റെ മേൽ അറിയിക്കും. കാരണം ഇംകാനി എന്ന് പറഞ്ഞ ലഫ്ദ് ഇംകാനുൽ ആമിന്റെ ഖാസിന്റെ മേൽ അറിയിക്കുന്നത് പോലെ തന്നെ ഇംകാനുൽ ആമിന്റെ മേലും എന്ത് ചെയ്യുന്നതാണ്, അറിയിക്കുന്നതാണ്. എവിടെ എങ്കിൽ വദാലിക, ഈ പറഞ്ഞ വിഷയം എന്തായ, ഈ പറഞ്ഞ കാര്യം ലാ യുനാഫി, അത് എതിരാവുകയില്ല. ഏകദേശം ഇംകാനി എന്നുള്ള ലഫ്ദിന് ഇംകാനുൽ ഖാസിന്റെ മേൽ പറയുമ്പോൾ അത് ഇംകാനുൽ ആമിന്റെ മേൽ അറിയിക്കുമെന്ന് പറഞ്ഞില്ലേ, ആ അറിയിക്കുക എന്നുള്ള കാര്യം എതിരാവൂല. ഏതിനോട്, ദലാലത്ത് അതിൽ ഇംകാനുൽ ആമി. ഈ ഇംകാനി എന്നുള്ള ലഫ്ദ് ഇംകാനുൽ ഖാസിന്റെ മേൽ അറിയിക്കും എന്നുള്ളതിനോട് എതിര് വരൂല. അത് എങ്ങനെ, ദലാലത്തെ മുതാബഖിയായതായ രൂപത്തിൽ അറിയിക്കുക. എങ്കിൽ വദാലിക പറഞ്ഞത് ലിഅന്നഹു, തീർച്ചയായിട്ടും കാര്യം, ഇദജ്തമാ ബിൽ ഇംകാനിൽ ആമി, ഇംകാനുൽ ആമിൽ ഒരുമിച്ച് കൂടിയാല് ശൈആനി, രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് കൂടി. ഏതാ രണ്ട് കാര്യങ്ങൾ, അഹദുഹുമ, അതിൽപ്പെട്ടതായ ഒരു കാര്യം, അഹദുഹുമ, അതിൽപ്പെട്ടതായ ഒരു കാര്യം
ഒരു കാര്യം അത് ഏതാണ്? കൗലുഹു ജുസ്അൻ മാനൽ മൗദൂഇ ലഹു. അതാണ് ഇംകാനുൽ ആമ് എന്ന് പറഞ്ഞൊരു രണ്ട് വിഷയങ്ങളുണ്ട്. ഒന്നാമത്തെ വിഷയം ഏതാണ്? ഈ ഇംകാനുൽ ആമ് എന്നുള്ളത് അതായത് മൗദൂലുവായ മാനാക്ക്, അതായത് ഇംകാനിന്റെ മൗദൂലുവായ മാനാക്കുള്ളതായ ജുസ് ആണ്. കാരണം ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇംകാനുൽ ആമിന് ഇംകാനുൽ ഖാസിന്റെ മേലല്ലേ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇംകാനി എന്ന് പറഞ്ഞതിന്റെ മൗദൂലുവായ മാന ഏതാണ്? ഇംകാനുൽ ഖാസായിട്ടാ പറഞ്ഞത്. ഇംകാനുൽ ഖാസായിട്ടാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു പോകുന്നത്. ആ ത്വരീഖിലൂടെയാണ് ഇവിടെ ചർച്ച നടക്കുന്നത്. അപ്പൊ അങ്ങനെ പറയുമ്പോ ഇംകാനി എന്ന് പറഞ്ഞ ലഫ്ലിൽ രണ്ട് വിഷയം ഉണ്ടാവും. ഒന്നാമത്തെ വിഷയം ഏതാണ്? അതായത് ഇംകാനുൽ ഖാസിന്റെ ജുസ് ആണ് ഏത്? ഇംകാനുൽ ആം. അത് ശരിയാണ്, രണ്ടഭിപ്രായമില്ല. വസാനി രണ്ടാമത്തെ വിഷയം എന്താണ്? കൗനുഹു മൗദൂഅൻ, ഈ ഇംകാനി എന്ന് പറഞ്ഞതായ ലഫ്ള് മൗദൂഅൻ വെക്കപ്പെട്ടതാവുക. ഏതിനു വേണ്ടി വെക്കപ്പെട്ടതാവുക? ലഹു, ഈ ഇംകാനുൽ ഖാസിനു വേണ്ടി വെക്കപ്പെട്ടതാണ്. അങ്ങനെ ആവുമ്പോ വലാബുദ്ധ അത്യാവശ്യമാകുന്നതാണ് അയ്യദുല്ല ലഫ്ളുൽ ഇംകാനി, ഇംകാനി എന്നുള്ള ലഫ്ള് അറിയിക്കല് ഏതിന്റെ മേൽ അറിയിക്കുക? അലൈഹി, ആ ഇംകാനുൽ ആമിന്റെ മേൽ എന്ത് ചെയ്യും? അറിയിക്കും. മനസ്സിലായില്ലേ? ഇംകാനുൽ ആമിന്റെ മേലും എന്ത് ചെയ്യുന്നതാണ്? അറിയിക്കുന്നതാണ്. എങ്ങനെ അറിയിക്കും? ദലാലത്തൈനി, രണ്ട് ദലാലത്തായിട്ട്. കാരണം എന്താ? രണ്ട് വകയുണ്ട്. രണ്ട് വകയിലേക്ക് നോക്കിയിട്ടുണ്ടായിത്തീരുന്ന ദലാലത്ത്, രണ്ട് വകയിലേക്ക് നോക്കിയിട്ടുണ്ടായിത്തീരുന്നതായ ദലാലത്തൈനി. അതിനെങ്ങനെ? മിൻതൈനിക്കൽ ജിഹത്തൈനി, ഈ പറയപ്പെട്ട രണ്ട് ജിഹത്തിലൂടെയും. മനസ്സിലായില്ലേ? ഒന്ന് ഇംകാനുൽ ഖാസിന്റെ മേൽ വെക്കുക, ഒന്ന് ഇംകാനുൽ ആമിന്റെ മേല് വെക്കുക. വസാനി അത് കഴിഞ്ഞില്ലേ? രണ്ടാമത്തെ കഴിഞ്ഞു അല്ലേ? അപ്പൊ അതുകൊണ്ട് പൈസ വെച്ച പറഞ്ഞ നമ്മൾ ഏറ്റുപാട് ചെയ്യും. ദലാലത്ത് ഒരു ലഫ്ള് അറിയിക്കുക. അതായത് ഇവിടെ ഇംകാനുൽ ആം എന്ത് ചെയ്യുക? ഇംകാനുൽ ഖാസിന്റെ മേൽ അറിയിക്കല് നമ്മൾ എന്താണെന്നാ പറഞ്ഞ തദമ്മുനിയ ദലാലത്താണ്. ശരിയാണല്ലോ, തദമ്മുനിയ ദലാലത്താണല്ലോ. അങ്ങനെയാണെങ്കിൽ അപ്പൊ ഈ പറയപ്പെട്ട ദലാലത്തിന്റെ മേൽ പറയപ്പെടാൻ പറ്റും. ഏത് ദലാലത്തിന്റെ മേല്? അതായത് ഇംകാനി എന്ന് പറഞ്ഞാല് നമ്മൾ പറഞ്ഞല്ലോ, ഇംകാനുൽ ഖാസിന്റെ മേൽ അറിയിക്കുക എന്ന് പറഞ്ഞില്ലേ? ഇംകാനുൽ ഖാസിന്റെ മേൽ എന്ത് ചെയ്യുക? ഇംകാനുൽ ഖാസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ പറഞ്ഞെന്താണ്? ഇംകാനി എന്നുള്ളതിന് ഏതിനെ പറയപ്പെടുക? ഇംകാനുൽ ഖാസിന്റെ മേൽ പറയപ്പെടുക എന്നാണ്. അപ്പൊ ഇംകാനുൽ ഖാസിന്റെ മേൽ പറയപ്പെടാൻ നോക്കുമ്പോ അതിന്റെ മൗദൂഹായ മാന അതായി, മൗദൂഹായ മാന അതായി. അപ്പൊ അതാണ്. അതോടുകൂടി ഈ പറഞ്ഞ ഇംകാനി എന്നുള്ളത് ഇംകാനുൽ ആമിന്റെ മേൽ അറിയിക്കുക എന്ന് വെക്കുമ്പോ തദമ്മുനിയാണ്. അതാ പറഞ്ഞത് ഇംകാനി എന്നുള്ള ലഫ്ള് തദമ്മുനിയുടെ അടിസ്ഥാനത്തിൽ അറിയിക്കഴിഞ്ഞ എത്തിബാർ ചെയ്യുമ്പോ സദഖാലിഹ, അതിന്റെ മേൽ പറയപ്പെടും. എന്തെന്ന്? അന്നഹ, ഈ ദലാലത്തിൽ ലഫ്ളിയല തമാമിൽ മൗനൽ മൗദൂഹു, മൗദൂലുവായ മാനാന്റെ തമാമിന്റെ മേലാണ് ഇവിടെ ലഫ്ള് എന്ത് ചെയ്യുന്നത്? അറിയിക്കുന്നത് എന്ന് പറയാ. എന്നാൽ വൈദ കയ്യദിന ഹദ്ദൽ മുതാബഖത്തി, മുതാബഖത്തിന്റെ തഅരീഫിലേക്ക് നമ്മൾ കൈത് കൊടുക്കുന്ന പക്ഷം എന്തുകൊണ്ടാ കൈത് കൊടുത്തത്? ബിതവസ്സുത്തിൽ വദഇ എന്ന് പറഞ്ഞതായ തവസ്സുത്ത്. അപ്പൊ വദഇ എന്ന് പറഞ്ഞതായ തവസ്സുത്ത് കൊണ്ട് നമ്മൾ കൈത് കൊടുത്തു കഴിഞ്ഞാലോ, അങ്ങനെ നമ്മൾ കൈത് കൊടുത്താലോ, ഖറജത്ത് തിൽക ദലാലത്ത് തദമ്മുനിയത്തി അന്നതിൽ മുതാബഖ, അവ തദമ്മുനിയായ ദലാലത്ത് എന്നുള്ളത് മുതാബഖിയ ദലാലത്തിട്ട് എന്ത് ചെയ്യും? പോയും. കാരണം ഒരു ലഫ്ള് മുതാബഖിയ ദലാലത്തിന്റെ മേൽ അറിയിക്കുന്നത് മിന്നൈസു ഇന്നഹു മൗദൂഹുൻ ലഹു എന്നാണ്. അതേപോലെ തന്നെ തദമ്മുനിയ ദലാലത്തിന്റെ മേൽ അറിയിക്കുന്നത് മിന്നൈസു ഇന്നഹു ജുസുൻ മൗദൂഇ മാനൽ മൗദൂഇ ലഹുവിന്റെ അടിസ്ഥാനത്തിലാണ്. ഒക്കെ വദീ വേണം, വദീ ഇല്ലാതെ കാര്യം നടക്കൂല. അതാണ്. പിന്നെ നമ്മൾ പറഞ്ഞു എന്തെന്ന്? ലിതഹഖുഖിഹ, എവിടെയാ തഹഖുഖിഹ എന്ന് പറഞ്ഞത്? അത് തന്നെ നമ്മൾ പറഞ്ഞല്ലോ, വൈങ്കാനത്ത് ദലാലത്തുൽ ലഫ്ളി അലാമാ ഉദിയ ലഹു വലാക്കിൻ ലൈസത ബിവാസിതത്തിൻ. ഒരു ലഫ്ള് മൗദൂഅ മാനാന്റെ മേൽ അറിയിക്കുന്നത്
ഒരു ലഫ്ദ് ഇംകാനുലാമിനിക്ക് വേണ്ടി അത് വെക്കപ്പെട്ടതാണ് എന്ന വാസ്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല. മനസ്സിലായില്ലേ? എന്താ കാരണം? തഹക്കുക്കി ആ ദലാലത്ത് എന്താകുന്നുണ്ട്? അവിടെ തഹക്കുക്കാകുന്നുണ്ട്. ദലാലത്ത് എന്താകുന്നുണ്ട്? ആ ദലാലത്ത് തളമുലിയായ ദലാലത്ത് അവിടെ തഹക്കുക്കാകുന്നുണ്ട്. മനസ്സിലായില്ല? അതേതാ? ഇംകാനി എന്നുള്ള ലഫ്ദ് ഇംകാനുലാമിന്റെ മേലെ അറിയിക്കുക എന്നുള്ളത് തന്നെ. കാരണം ഇംകാനു ഖാസിന്റെ മേലെ അറിയിക്കുക, ഇംകാനുലാമിന്റെ മേലെ അറിയിക്കുക എന്നുള്ളത് ഉണ്ടായി തീരല്ലോ. അതാണ് അവിടെ തഹക്കുക്കിയ. ഈ ചർച്ച വരട്ടെ. ആ തളമുനിയായ ദലാലത്ത് തഹക്കുക്കാവുന്ന കാരണത്തിന് വേണ്ടി. കാരണം എന്താ? ഈ തളമുനിയായ ദലാലത്ത് എന്നുള്ളത് സാബിത്തത്തുന്നത് സ്ഥിരപ്പെട്ടതാണ്. ഏതടിസ്ഥാനത്തില്? ബിവാസിതത്തി വദഇൽ ഇംകാനിൽ ഖാസ്. ഇംകാനുൽ ഖാസിനിക്ക് വേണ്ടി ഒരു ലഫ്ദ് വെക്കുക എന്ന വാസിത്തയുടെ അടിസ്ഥാനത്തിൽ. പിന്നെ എന്തല്ല? ലാ മദ്ഖല ഫീഹാ ബിവദഇൽ ഇംകാനി. നേരെ മറ്റൊരു ലാ മദ്ഖല ലഹ, അതിനൊരു ലാ മദ്ഖല ഫീഹാ, ആ പറയപ്പെട്ടതായ ദലാലത്തിന് ഒരു പ്രവേശനവുമില്ല. മനസ്സിലായില്ലേ? ഏതിനക്ക്? ബിവദഇൽ ഇംകാനില്ലാമി, ഈ ലഫ്ദിനെ ഇംകാനുലാമിനിക്ക് വേണ്ടി വെച്ചതാണ് എന്ന അടിസ്ഥാനത്തിലല്ല. പിന്നെയോ ബൽ ബിൽ വൽ വദു, എങ്കിലും ഇവിടെ വദഇ എന്ന് പറഞ്ഞത് ഇംകാനി, ഇംകാനിക്ക് വേണ്ടി വെച്ചതാണ് എന്ന അടിസ്ഥാനത്തിലാണ്. ബൽ എങ്കിലും അൽ വദഉ വദു എന്നുള്ളത് ഇംകാനി, ഇംകാനിക്കുള്ള വദഇ എന്ന് പറയുന്നത് അത് സബബു ദലാലത്തിൻ ഉഖറ, വേറെ ഒരു ദലാലത്തിന്റെ സബബാണ്. അത് ഈ മുതാബക്കത്തെ ഇതിന്റെ മേലെ അറിയിക്കുന്ന മുതാബക്കിയായിട്ട് അറിയിക്കും. അല്ലാഹു അഅലമു ബിസ്സവാബ്.